6 സീറ്റിൽ SFIക്കാരും 4 സീറ്റിൽ KSUക്കാരും ജയിക്കേണ്ടായി. 2 കൂട്ടരും ആഹ്ലാദ പ്രകടനം നടത്തി. അതിൽ SFIക്കാരുടെ ആഹ്ലാദ പ്രകടനം നമുക്കറിയാം. കേരളത്തിൽ ഒരുപാട് കാലമായിട്ട് SFIക്കാരുടെ ഒരു പ്രകടനം കണ്ടിട്ട് മലയാളികൾ മറന്നു തുടങ്ങി. അപ്പൊ അവർ വിജയം ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞപ്പോൾ LDFന്റെ പരാജയമൊക്കെ കടുത്ത പരാജയം ഏറ്റുവാങ്ങി. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ SFIക്ക് ഒരു 6 സീറ്റ് കിട്ടിയപ്പോൾ അതൊരു വലിയ സന്തോഷം തന്നെയാണ്. തീർച്ചയായിട്ടും അവർ ആ സന്തോഷം നന്നായിട്ട് ആഘോഷിച്ചു എന്നുള്ളത് തന്നെയാണ്. ആഹ്ലാദ പ്രകടനം KSUക്കാർ നടത്തിയിരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ 2 കൂട്ടരും കൂടി സംഘർഷത്തെ ഒരേ സ്ഥലത്തെത്തി സംഘർഷമായി. പോലീസ് മധ്യസ്ഥം വഹിക്കാൻ വേണ്ടി വന്നു. എന്തൊക്കെ അവിടെ നടന്നു എന്ന് നമുക്കറിയില്ല. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഏറും പിന്നെ എല്ലാം തുടങ്ങി. ചുരുക്കം നമ്മൾ അവസാനം കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് പോലീസ് നന്നായിട്ട് അടിച്ച് ഇതാക്കുന്നതാണ്. ഗ്രനേഡ് എറിയുന്നു, അടിക്കുന്നു കുട്ടികളെ. വലിയ തോതിൽ കുട്ടികളെ നന്നായിട്ട് മർദ്ദിക്കുന്ന ഒരു പോലീസ്, അങ്ങനത്തെ ഒരു രംഗം നമ്മൾ കാണുന്നുണ്ടായി തിരുവനന്തപുരത്ത് വെച്ചിട്ട് കഴിഞ്ഞ ദിവസം. അതേപോലെ നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ മണ്ഡലമായിട്ടുള്ള കൊച്ചിയിൽ പോലീസ് അവിടുത്തെ ഒരു കുടിയൊഴിപ്പിക്കല്ലേ, എന്താ പരിയാത്തുകാവ് എന്ന സ്ഥലത്തുള്ള കുടിയൊഴിപ്പിക്കൽ, അത് കുറേ കാലമായിട്ട് പിന്നെ സംഘർഷമായിട്ട് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. കോടതി അന്ത്യശാസനം നൽകിയിട്ടുണ്ട് കുടിയൊഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ നിൽക്കുന്നൊരു സ്ഥലമാണ്. പലതവണ അവിടെ കുടിയൊഴിപ്പിക്കൽ ശ്രമം നടന്നെങ്കിലും അതൊന്നും പിന്നെ ഫലവത്തായിട്ടില്ല. ഇപ്പോൾ എന്തായാലും പോലീസിൻ്റെ വലിയ തോതിലുള്ള ഇടപെടലുകൾ അവിടെ നടക്കുകയും വളരെ മോശമായിട്ടുള്ള പോലീസ് ഇടപെടലുകൾ നടന്നു എന്നുള്ളതാണ്. അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളും എല്ലായിടത്തും ഉയർന്നു വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് വെച്ചാൽ പോലീസ് എങ്ങനെയാണ് ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലമായിട്ട്, കഴിഞ്ഞ 10 കൊല്ലത്തെ പോലീസിനെ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് കേരളത്തിലെ പോലീസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എവിടെ ആഭ്യന്തരമന്ത്രി ഉണ്ട് എന്ന് പോലും നമുക്ക് തോന്നാത്ത രീതിയിലുള്ള കയറൂരി വിട്ടുള്ള ഒരു പോലീസ് സംവിധാനമായിരുന്നു കേരളത്തിൽ കഴിഞ്ഞ 2016 മുതൽ നമ്മൾ കാണുന്നത്.